ബീഫിലേക്ക് ജീരകടയുള്ള പരിപാടിയാണ്. ഇവിടെ ഈ റൂമിൽ ചേട്ടനെ കാണുമ്പോഴെന്തോ പോലെ ഞാൻ ഒരു ജോലിയില്ല. ചെറുപ്പം മുതൽ ഞാൻ അതാ വിചാരിച്ചു. ഷോൻ ആഗ്രഹിച്ചിട്ട് നമുക്ക് പറയുന്നത് ഓരോരോ സെലക്ഷനുകളാണ്, ഓരോ സെലക്ഷനുകൾ. പോയിട്ട് എങ്ങനെയുണ്ട്, അയർലൻഡിൽ എങ്ങനെ പോവാം, പോകണതിന് കാര്യമുണ്ടോ? ഈ റൂം പറഞ്ഞാൽ എപ്പോഴും ഷെഫ് മോനെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ റൂമിൽ മോനെ കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റണില്ല. ഉറങ്ങാൻ അന്നലെ ഞങ്ങൾ 4 മണിയൊക്കെ ആയിട്ട് ആണ് ഉറങ്ങിയിരിക്കുന്നത്. അയർലൻഡ് ഞങ്ങൾക്ക് ദോശയും പാലപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓട്ടിയാണ് മോനെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വിളിക്കട്ടെ, നേരത്തെ നീക്കണം, ഉറങ്ങി തീർക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, ഇവിടെ നമ്മൾ എത്ര ഉറക്കം ആയിട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെട്ടുള്ള ബീഫാണ് കേട്ടോ. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ബിരിയാണി ഒന്നും വേണ്ട, നമുക്ക് സാധാ ചോറ് മതി. എനിക്ക് സാധാ ചോറും നമ്മളെ കൂട്ടാനും ഒക്കെ കഴിക്കാനാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞത്, എത്ര നമ്മൾ ഉറക്കവും ഒക്കെ ആയി ഇങ്ങനെ കിടക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ജോലി ചെയ്യാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും എന്തായാലും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ, ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റണില്ല, ഞാൻ പോരുകയാണ് പറഞ്ഞു പോരും. നമ്മളെ നാട്ടിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട, നമ്മൾ തന്നെ പറയും വേണ്ട കുട്ടി ഞാൻ പണിക്കൊന്നും പോകണ്ടെന്നൊക്കെ പറയും. പക്ഷെ അവിടെയൊക്കെ പോയിപ്പെട്ട് അത്രയും പൈസ മുടക്കി ഒരു പോണതാണല്ലോ. എനിക്ക് പിന്നെ ലോണൊന്നുമില്ല. ലോണുള്ള കുട്ടികളെ എന്തായാലും അവിടെ നിന്നും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു റിസ്ക് എടുത്ത് പോയ ഒരു ഇതാവുകൊണ്ട് ഒരു എന്തായാലും അവിടെ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഇതല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ അവിടെ നന്നായിട്ട് ജോലി ചെയ്യും. മോനക്കൊക്കെ നല്ല വർക്ക് ഉണ്ട്, നല്ല വർക്ക് ചെയ്ത് ഒരുപാട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നല്ല വർക്ക് ചെയ്ത് നല്ല പൈസ കിട്ടും, നല്ല ചെലവുമാണ് അവിടെ. അങ്ങനെയൊക്കെ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, ഓനോട് ഞാൻ പറഞ്ഞിരിക്കണ, അതായത് വരാനൊക്കെ നല്ല പൈസയാണല്ലോ, ടിക്കറ്റിനും ഒക്കെ നല്ല പൈസ ചെലവാക്കിയിട്ടുള്ള വരവല്ല, 1.5 മാസത്തെ വരവ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് വില പിടിച്ച ഓരോ ദിവസങ്ങൾ അല്ലാതെങ്കിൽ തന്നെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വില പിടിച്ചതാണ്. ഇപ്പൊ ചുമിച്ചിട്ടുള്ള ദിവസങ്ങൾ ഞാൻ പറയാം, ഇത് വില കൂടിയ ദിവസങ്ങളാണ്, ഒന്നും മിസ്സാക്കരുത്. അവിടുന്ന് എന്തൊക്കെയോ ഫുഡ് കഴിക്കാനുള്ള പ്ലാനോണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. എവിടേക്കോ പോയി കഴിക്കാണ്ട് എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. പോലും പറഞ്ഞു, അല്ല ഞാൻ ഉറങ്ങൂല, എനിക്കങ്ങനെ ഉറക്കം വരൂല, അപ്പൊ അവിടുന്ന് കറക്റ്റ് ടൈമിലല്ലേ എന്നൊക്കെ. ഇന്നലെ പിന്നെ ഉറക്കം കിട്ടിയിട്ടില്ല. എന്തായാലും ഇപ്പൊ ഇനി വിളിക്കട്ടെ, എന്താണ് സർപ്രൈസ് കൊടുക്കാൻ എല്ലായിടത്തും പോകണം. ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല പോകാൻ വന്നത്. നേരത്തെ നീക്കാ പറഞ്ഞിട്ട് എപ്പോഴും ഉറങ്ങി. 9:30-10 മണിയായി. നമുക്ക് ചായ കുടിച്ച് പോകണ്ടേ? എപ്പോഴും ഉറങ്ങി. ഇന്നലെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചോ ജി? വിശന്നിട്ടോ? ഇവിടെ ഈ റൂമിൽ എന്നെ കാണുമ്പോഴെന്തോ പോലെ. ഞാൻ ഇടയ്ക്ക് ഈ റൂം തുറക്കുമ്പോൾ വിചാരിക്കേ ഇതിൽ പോകാൻ കിടക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ തോന്നും. 10 മണി കഴിഞ്ഞ് നമുക്ക് പോകണ്ടേ ചായ ഒക്കെ കുടിച്ചിട്ട്? നീക്കുന്നാല് ആമിക്കുട്ടി നീച്ചാൽ ആമിക്കുട്ടിന്റെ കാക്കു വന്നിക്കണം. അവളെപ്പോഴും ദിനോസറിന്റെ പോലത്തെ കളികൾ കളിക്കലുണ്ട്. അപ്പൊ ദിനോസറും ഉണ്ടെന്നൊക്കെ. അവൾക്കിപ്പോ നൈറ്റ് ലൈഫാണ് കേട്ടോ. 4-5 മണിക്കെങ്ങാണ്ടാണ് അവൾ ഉറങ്ങിയിരിക്കണത്. കാക്കുനെ ഞാൻ ചേർത്തേ ആമിക്കുട്ടിക്ക്? വായ പറയാ, കാണിച്ചു തരാം. ദിലീപ് പറഞ്ഞാൽ 4 പെണ്ണിനെ കാണുമ്പോഴ കാക്കുവിന്റെ കൂടെ ഇരുന്നാ വിചാരിച്ച പോലെ ബോട്ടി കഴിച്ചോ രാത്രി? ഒന്നല്ല രാത്രി ദോശയും ബോട്ടി നല്ല ബോട്ടി കുറണ്ടായിരുന്നു. അപ്പൊ കൂട്ടി കഴിച്ചു. എനിക്ക് ദോശ കഴിച്ചേക്കാൻ ഉപ്പില്ലാന്ന് മനസ്സിലായി. ഞാൻ ചുണ്ടപാത്രം എടുക്കല് മറന്നോന്ന് വിചാരിച്ചു. ഉണ്ടപാത്രം മാത്രല്ല, ഉണ്ടാക്കിയ പാത്രം വരെ കഴുകിട്ടാ വരുന്നില്ലേ. അടുക്കളയിൽ അയർലൻഡുകാരൻ മകനക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും തിരക്ക് കൂട്ടി പണിയെടുക്കണില്ലൊക്കെ. പൊരിഞ്ഞ പണി കരിഞ്ഞ പണിയൊക്കെയാണ്. കരിയാനായിട്ടാണ് ഏകദേശം. ബീഫിലേക്ക് ജീരകടയുള്ള പരിപാടിയാ. ഇല്ല, എല്ലാരും ചോദിക്കലുണ്ട് എപ്പോഴും. ഇന്നും ഇപ്പം അതിനൊഴിവില്ല, തിരക്കിട്ടിട്ടുള്ള ഓരോരോ പണികളാവുന്നുണ്ട്. ഇപ്പോൾ മസാലപ്പൊടികൾ ഇട്ട് കഴിച്ച ബീഫാണ്. പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ, മല്ലി, മുളക്,
ഉപ്പ് ഇട്ടിട്ട് വേവിച്ച ബീഫ് അതിക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കുരുമുളകും വലിയ ജീരകം കൂടെ അരച്ചൊരു പേസ്റ്റും ചേർത്ത് വേവിച്ച ബീഫാണ് കേട്ടോ. ഇതുകൊണ്ട് നല്ലോണം ഡ്രൈ ആവണം. ഇങ്ങനെ ഡ്രൈ ആക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ജീരകം കൂടെ ഇടുക. അപ്പൊ ഒന്നും കൂടി ഡ്രൈ ആവും. എത്രത്തോളം ഡ്രൈ ആവുന്നു അത്രത്തോളം ടേസ്റ്റ്. ഒളിച്ചെടുക്കുകയാണ് കുട്ടി. ഇതാ ബീഫ് ജീരകം ഇട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഷെഫ് മോൻ എന്തായാലും അയർലൻഡിൽ പോയിട്ട് നാടൻ ഭക്ഷണത്തിന് നല്ല കൊതിയുണ്ട് പാവം. അവിടെയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഫുഡുകളെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ മോര് കച്ചത് ഉണ്ടാക്കണം, പപ്പടം പൊരിക്കണം. മോര് കച്ചത് ഇക്ക ഉണ്ടാക്കാൻ പറഞ്ഞു. ഇനി വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യും വേണ്ടേ, വീഡിയോ എടുത്താൽ മാത്രം പോരാ. അപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്യാൻ നിൽക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇടവേളയിൽ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോകണം. ഇക്കാൻ്റെ ഉപ്പാനെ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പാക്ക് ചെറിയൊരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇപ്പം അവിടെ നാത്തൂനാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഉമ്മാനെ കൂട്ടിയിട്ട് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കണം. ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഉപ്പാക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം പട്ടാമ്പിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാന്. ആരും ചോക്ലേറ്റ് കൊടുന്നേ? കാക്കു കൊണ്ടുവന്ന ചോക്ലേറ്റാ? അപ്പം എന്തായാലും ആദ്യം കൊടുത്തുവിട്ടു. ഇനിയിപ്പോൾ ചോക്ലേറ്റ് എന്താ വെച്ചാൽ തിന്നോട്ടെ. നല്ല ചോക്ലേറ്റ് എന്നല്ലേ പറയുന്നത്. ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. ലഞ്ച് കഴിക്കേണ്ട സമയമായി. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം വൈകിയതുകൊണ്ട് പപ്പാൻ്റെയും ഉമ്മാൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ. ആദ്യം പോയിട്ട് ഇമ്മാനെ വണ്ടിക്ക് കയറ്റണം. വണ്ടി കയറ്റുമ്പോഴാണ് ഇമ്മ ഷെഫ് മോനെ കാണുക. ഇമ്മ ആകെ കിളി പോകും. ഷെഫ്കുട്ടൻ കൊണ്ടുവന്ന വാച്ചാണ് കേട്ടോ ഞാനിടുന്നത്. എന്ത് കമ്പനി എന്താണെന്നൊന്നും അറിയില്ല. എന്തോ ലണ്ടൻ എന്തോ വാച്ച. അയർലൻഡ് പെർഫ്യൂമാ. ഞങ്ങൾ കുറച്ച് ദിവസം അയർലൻഡ് പെർഫ്യൂമിൽ ഷെഫ് മോനൊക്കെ സ്പ്രേൻ്റി അത്തറിൻ്റെ ഒക്കെ ആൾക്കാരാ. ഓലെപ്പോഴും ഈ സ്പ്രേൻ്റി ഇതിൻ്റെ ഒരു വാസനയൊക്കെ. അതുപോലെ ഡ്രസ്സൊക്കെ എവിടെയെങ്കിലും ഇട്ടിരുന്നു കഴിഞ്ഞാൽ ആ റൂമിൽ ഫുൾ ആ ഒരു സ്മെല്ലൊക്കെ. അത് ഓല് സ്പ്രേൻ്റെ ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആളാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി സ്പ്രേയിലാക്കാം. എങ്ങോട്ട് പോകുമ്പോൾ അപ്പൊക്കെ സ്പ്രേ അടിച്ചു തരും. സ്പ്രേകളൊക്കെ ആരാ വന്നു? യാമി പോവാ നമുക്ക്. അതിന് ആ ഷൂ ഇടണ്ടായിക്ക്. ആ ഷൂ ആണോ ഇടുക? കാക്കൂനെ വിളിച്ചിട്ട് വാ. വന്നിട്ട് പ്രേക്ഷകരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയർലൻഡിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ആര് അപ്പൊ വലിയ ഇംഗ്ലീഷുകാരനെ കഴിക്കണം കേട്ടോ. അയർലൻഡിൽ ശരിയാണല്ലേ. ഓൻ പടം പോയിട്ട് പുളിയാവുന്നുണ്ട് എന്നൊക്കെ. അയർലൻഡിൽ പോയിട്ട് എങ്ങനെയുണ്ട്, അയർലൻഡിൽ എങ്ങനെ പോവണേന് കാര്യമുണ്ടോ, അങ്ങനൊക്കെ ഒരുപാട് ആൾക്കാർ എപ്പോഴും കമന്റിൽ ചോദിക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എപ്പിസോഡ് നമുക്ക് ഇടാം. കാരണം ഇതിന്റെ ഇടയിലിട്ട് അത് മിക്സ് ആയി പോകും. എന്നോട് ചോദിക്കലുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടായിട്ടൊരു വീഡിയോ ഒരു ദിവസം ഇടുന്ന എല്ലാവർക്കും മനസ്സിലാവില്ല. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പോണം എന്നുള്ളവർക്ക് അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ. ഷെഫ്കുട്ടൻ എന്തായാലും എന്താണ് ഹാപ്പിയാ അയർലൻഡിലെത്തിയാല്? ഉണ്ണിമോനോട് പറയുന്നുണ്ട്, ഇന്നെ കണ്ടാക്കിയിട്ട് വണ്ടിയിലിട്ടിട്ട് പോയതല്ലേ. ഞങ്ങള് മമ്മാക്കും പപ്പാക്ക് സർപ്രൈസ് എടുക്കാൻ പോവാണല്ലേ. ഓള് സെലക്ട് ചെയ്ത് എടുത്തിക്കാണ് ഇപ്പൊ. അതെ, ഇതിന്റെ ഒരു സർപ്രൈസ് കുപ്പായാണ്. ഇക്കാക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അടിച്ച കുപ്പായാണിത്. പിന്നെ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇത് ഇട്ടപ്പോഴാണ് നെബിലോട്ടൊക്കെ സർപ്രൈസ് ആയിട്ട് വന്നത്. കോഴിക്കോട് നിന്ന്. ഈ കുപ്പായിട്ടിട്ട് തന്നെയാണ് ഞങ്ങള് ഉമ്മാക്കും ഉപ്പാക്കും സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. ഓളെ ഷൂ സെലക്ഷൻ ആണ്. ഇത് പറഞ്ഞപ്പോ വേഗം കേട്ടോ. അപ്പോഴും ഞാൻ ഓരോട് പറയുന്നുണ്ട്, ഓരോരോ സെലക്ഷനുകളാണ്, ഓരോ സെലക്ഷനുകൾ. അപ്പൊ നിങ്ങളെ നേരാക്കാനാ ഊഞ്ഞാലുണ്ടായിട്ട് ഷെഫ്കുട്ടൻ കണ്ടിട്ടില്ലേ? രാത്രി അടിക്കണേ. കുറച്ച് സർപ്രൈസുകൾ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഒന്ന് ഉമ്മ, അത് കഴിഞ്ഞാൽ നേരപ്പ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പട്ടാമ്പി വീട്ടില് ഒക്കെ സർപ്രൈസാ. കുറച്ച് സർപ്രൈസുകൾ ഞങ്ങളും അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഓരോരുത്തർക്കും സർപ്രൈസ് കൊടുക്കണേന്റെ. യാമിക്കുട്ടിയാണെങ്കിൽ ചോക്ലേറ്റ് തിന്നണ തിരക്കില്ല. പരിപാടി വേണ്ട ഓണാക്കണ്ട. അതാ എന്റെ കുട്ടി എന്നെ വന്നതല്ല. എന്നെ വന്ന്
ഇന്നലെ വന്നതാണേ. ഇന്നലെ ഞങ്ങൾ അതിനാണ് പോയിരുന്നത്, കൊണ്ടുപോവാനാ കോഴിക്കോട് പോയിരുന്നത്. അപ്പൊ എന്തായാലും സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചു. അതൊക്കെ കെട്ടും മാറാപ്പും തലക്കിളിയും പായും ഒക്കെ ചായ ഉണ്ടാക്കിക്കണു, കട്ടൻ ചായ. അതങ്ങളെ പുതിയ ബാഗ്, അതടിപൊളി. പുതിയ ബാഗൊക്കെ സെറ്റ് ആയിക്കണേ. സർപ്രൈസ്, നല്ല സർപ്രൈസ് തന്നെയാണ്. സുഖല്ലേ? സുഖാണ് സുഖാണ്. സർപ്രൈസ് നിങ്ങൾക്ക് വരാനും പറ്റൂലല്ലോ. സർപ്രൈസ് ആണ്. അപ്പൊ പിന്നെ എന്തായാലും സർപ്രൈസ് ആയിക്കോട്ടെ. സർപ്രൈസ് ആയിക്കോട്ടെ. നമ്മടെ കുട്ടീന്റെ മാന്റെ ആരാണ് ഉഷാറിയിക്കണു ഉഷാറിയിക്കണം. റെന കണ്ടിക്കണോ? ഇത് നല്ല ഒരു സർപ്രൈസ് തന്നെയാണ്. മറാപ്പം വെച്ചിട്ട് ഉച്ചങ്ങോട്ട് പോയതിന്റെ ഇടപ്പും കാട്ടിക്കൂടെ ഒരു സർപ്രൈസ് സർപ്രൈസ് ആയിട്ടുണ്ട്. ബാക്കി പിന്നാലെ വരും. വെള്ള ചോക്ലേറ്റ് മമ്മാക്ക് അയർലൻഡ് അയർലൻഡ് അയവാ അയർലൻഡ് മിഠായി. കടലിന്റെ അപ്പുറത്തെ ചോക്ലേറ്റാ. കടലപ്പുറത്താണ്. അപ്പൊ ഓനെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് പോയി. അത് സെറ്റാവട്ടെ. ഞാൻ വിളിച്ചു കുട്ടികളിങ്ങനെ കാലിക്ക് കയറ്റിക്കൊണ്ടേ കാലിക്ക് കയറാൻ ഓനെ കൂട്ടാനാ ഞങ്ങള് പോയിരുന്നത്. വണ്ടിയില് വന്ന് കയറിയോട് കൂടെ കൊണ്ടുവന്നു. വേണ്ടി പോയതായിരുന്നു. കൊണ്ടുപോയി പന കൊണ്ടുവന്ന് കാണിച്ചു, നിശ്ചയത്തിനെ കാണിച്ചു. ഇനിയിപ്പോ പട്ടാമ്പിക്കാരെന്ന് പറഞ്ഞിട്ടില്ല, അഞ്ചിപ്പോ ഒരു പട്ടാമ്പിക്ക് പോവാണ്. സർപ്രൈസ് കൊണ്ട് പോവാണ്. അതാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഉമ്മാക്കൊക്കെ സർപ്രൈസ് ഒക്കെ കൊടുത്ത്, നാത്തൂനിക്കും സർപ്രൈസ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ഇനി ലഞ്ച് കഴിച്ചിട്ട് ഇക്ക ആശുപത്രിക്ക് തന്നെ ഇങ്ങോട്ട് വരും. ഡിസ്ചാർജ് ആക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ആകെ ഒരു ഓടിപ്പിന്റെയാണ്. നാലര മണിയായിട്ടോ. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. ലഞ്ച് കഴിച്ചിട്ട് ഒന്ന് പട്ടാമ്പി പോവാൻ. ഇന്നലെ ഒന്ന് ഉറങ്ങാനിട്ട് ഭയങ്കര ഒരു ഉറക്കം. സത്യം പറഞ്ഞിട്ട് ഷുക്മ വന്നതിന്റെ ഒരു സന്തോഷം കെട്ട് വരാൻ ഒരു സ്റ്റെക്ക് ഇങ്ങോട്ട് എനിക്ക് വന്നേക്ക് കണ്ണ കണ്ടപ്പോ പാവം തോന്നി.
അവിടുത്തെ പണിയും കഷ്ടപ്പാടും ഇങ്ങനെ പറയുന്നതല്ലേ. അപ്പൊ കണ്ടിട്ടൊക്കെ എനിക്ക് ഒരു പാവം തോന്നി. പിന്നെ അതങ്ങനെയാണ്, പോണ സങ്കടമാണെങ്കിലും പോവാതിരിക്കാൻ പറ്റൂലല്ലോ. പോണം തന്നെ കാര്യം. നമുക്കറിയില്ലേ ഭയങ്കര സങ്കടമാണ് പോവണത്, ഭയങ്കര സങ്കടം. പക്ഷെ ഒരു പോണില്ല എന്നാൽ നമുക്കത് അതിലേറെ ഇതാണല്ലോ, ഒരു പോണല്ലോ. പക്ഷെ ഞാനൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ വിദേശത്തേക്ക് പോകണം, അതാവണം ഒന്നുമില്ല. എനിക്കൊരു ജോലി ചെറുപ്പം മുതൽ ഞാൻ അതാ വിചാരിച്ചു. ഷോൻ ആഗ്രഹിച്ചിരിക്കുന്നു എനിക്ക് പറക്കണം. ഒന്നല്ലെങ്കിൽ ഇവിടെ ബിസിനസ്, അല്ലെങ്കിൽ കാനഡ, UK എന്നൊക്കെ പറഞ്ഞിറങ്ങി അങ്ങനെ ആഗ്രഹം പോലെ അയർലൻഡിലെത്തി. ഓന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഇത് പറയാത്ത കാര്യം നമുക്കൊരു ടെൻഷനും ഇല്ല കേട്ടോ. അപ്പൊ നമ്മളെ കുറ്റപ്പെടുത്തൂല്ല, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ. ഞാൻ ഏതാണെങ്കിലും ഓന്റെ ഇഷ്ടം പോലെ. അപ്പൊ ഓന്റെ ലൈഫ് ഓൻ തെരഞ്ഞെടുത്തതാണ് എല്ലാ കാര്യത്തിലും. ഞങ്ങൾ നല്ല ബീഫ് ജീരകിട്ട് ഇതാക്കിയത് ബിഷപ്പുമാർക്ക് നാടൻ ഫുഡൊക്കെ കഴിക്കാനുള്ള ഇത് കൊതിയാണ്. ഭക്ഷണം കിട്ടാതെ വന്ന പോലെ. സീറ്റൊക്കെ മാറി കൊടുത്തിക്കണോ? സീറ്റിൽ വാണിട്ട് ഇരിക്കണം അപ്പത്തിനോട് നടുവെത്തി. എങ്ങനെ ഞങ്ങളെ കേരളക്കാരെ ജീരകട്ട ബീഫ് ഒന്ന് നോക്ക്. അമ്മിന്റെ കപ്പ് ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നുള്ള ഒരു ടാസ്ക് ഈ കൊടുന്ന സാധനങ്ങൾ ഓരി വെക്കണം. ഉള്ള എല്ലാ കുടുംബക്കാർക്കും ഒരുപോലെ ഓരി വെച്ചുണ്ടാക്കാനാണ് അതാ ടാസ്ക്. ചോക്ലേറ്റുകളൊക്കെ നല്ല ചോക്ലേറ്റുകൾ, അതായത് മറ്റുള്ള സാധനങ്ങളൊക്കെ ആ വിലക്കുള്ളത് നമ്മളെ നാട്ടിൽ കിട്ടും. പക്ഷേ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റുകളൊന്നും അവിടെ കിട്ടൂല എന്ന് പറഞ്ഞിട്ടാണ് ഓന് ചോക്ലേറ്റുകൾ കുറേ കൊണ്ടുവന്നിരിക്കുന്നത്. ഓന് ഡ്രസ്സ് പോലും ശരിക്കും കൊടുത്തിട്ടില്ല, ഞൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കണം. ഇവിടുന്ന് പോകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. ദുബായിൽ നിന്ന് ഒരാൾ വരുന്ന പോലെയാണ് ഓന് ഇവിടുന്ന് അങ്ങോട്ട് പോയിരുന്നു, ഒരു ദുബായ് പെട്ടി പോലെ. അതൊക്കെ ഇപ്പൊ എങ്ങനെയാ ഓരിയേക്കുക? കാണുമ്പോ എല്ലാരും പറയും ഞങ്ങൾക്ക് അത് കിട്ടിയത് 1-2 കാരണം അത് ഓരി വെച്ചിട്ട് എല്ലായിടത്തേക്കും എത്തുമ്പോ 1-2 അല്ലേ കിട്ടുള്ളൂ അല്ലേ. അങ്ങനെയൊന്നും ആരും പറയില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഒക്കെ പൊട്ടിക്കല്ലേ, സെപ്പറേറ്റ് ആവൂല്ലേ. എന്നിട്ട് ഓരിയേക്കല്ലേ. അപ്പൊ ഇക്കല്ല കേട്ടോ ഞങ്ങളെ കൂടെ പട്ടാമ്പിക്ക്. ഇക്ക ഇന്ന് അർജന്റീനയുടെ കളിയാണ്, ഇക്കാന്റെ ടീമിന്റെ കളി. ഇവിടെ ഒരാള് തോറ്റ ടീമാണ് കേട്ടോ, ഇത് തോറ്റ ടീമാണ്. അപ്പൊ ഇപ്പാനും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഇക്ക പോവാണ്. എൻജോയ്. അപ്പൊ ഞങ്ങൾ ഈ ചോക്ലേറ്റ് ഒക്കെ ഓരി വെച്ചിട്ട് പട്ടാമ്പിക്ക് പോട്ടെ. പട്ടാമ്പിക്ക് പോണ വിശേഷം അടുത്ത എപ്പിസോഡ് ആക്കാന്നൊക്കെ തോന്നുന്നത്. ഇതിങ്ങനെ എപ്പിസോഡായിട്ട് കളിക്കരുത്, കളിക്കല്ലേ അടുത്ത എപ്പിസോഡായിട്ട് കളിക്കല്ലോ. കാരണം വീഡിയോ ലെങ്ത് ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആൾക്കാർക്ക് കാണാനും എനിക്ക് എഡിറ്റ് ചെയ്യാനും. അപ്പോൾ ഞാൻ കുഞ്ഞു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പട്ടാമ്പി വീട്ടിലേക്ക് പോണ വീഡിയോ അങ്ങനെ വേറെ ആക്കാട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ആ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഷെഫ് മോനെ ഓക്കെ.